ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുന്നു. മക്കളൊക്കെ സ്കൂളിലൊക്കെ പോയി. അപ്പോൾ ഇന്നത്തെ ഡേ ലൈഫ് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതേ രാവിലെ തന്നെ അടുപ്പ് കത്തിക്കൽ ഇത്തിരി ടാസ്ക് ആയിരുന്നു കേട്ടോ. മഴയൊക്കെ പെയ്തിട്ട് കത്തിപ്പിടിക്കാനും കുറേ സമയമെടുത്തു. അപ്പോൾ കഞ്ഞിക്കുള്ള വെള്ളമാണിത്. കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെച്ച് നമ്മൾ പുറത്തുള്ള അടുപ്പിലാണ് കേട്ടോ കഞ്ഞിയൊക്കെ വയ്ക്കുന്നത്. ഇത് ഫ്രണ്ടിലിരിക്കുന്നത് നമ്മൾ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുന്നതാണ് കേട്ടോ. കരിങ്ങാലിപ്പൊടി ഇട്ട് വെച്ചേക്കുന്ന വെള്ളമാണ്. പിന്നെ ബാക്കിലുള്ള അടുപ്പിൽ നമ്മൾ കഞ്ഞിക്കുള്ളത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി അരി ഇട്ട് കൊടുക്കാം. അരിയൊക്കെ കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ ചായയൊക്കെ വെച്ചു കേട്ടോ. ചായയൊക്കെ തിളച്ചിട്ടുണ്ട്. ഇന്ന് പുട്ടാണ് ഉണ്ടാക്കി. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തള്ളുണ്ടാവും ഗൈസ്, നിങ്ങളൊന്ന് സഹിച്ചിരിക്കുക. അപ്പോൾ അതേ ഗോതമ്പ് പുട്ടും നമ്മുടെ ചായയൊക്കെ ഇതാ തിളച്ച് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലേ. ചായ അല്ലാതെ എന്തു മലയാളി. അപ്പോൾ ഇതേ ചായയൊക്കെ ഇങ്ങനെ തിള വരണോ വേണ്ടിയോ ആലോചിച്ച് നമ്മൾ നിൽക്കുമ്പം അതിന് വരാൻ ഇത്തിരി മടിയാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നോക്കിയേ ഇതാന്ന് പറയുമ്പോൾ എത്തി നോക്കാനായിട്ട് അങ്ങനെ പൊങ്ങി മറിഞ്ഞ് വന്നോളൂ. അപ്പോൾ ഇതേ മന്ദം തിളച്ച് വരുന്നു ചായ. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചല്ലോ. പിന്നെ എന്തൊക്കെയാണ്, മഴയൊക്കെ മാറിയിട്ടുണ്ടോ ഗൈസ്? ഇന്ന് മഴയുടെ വലിയ ലക്ഷണങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇന്ന് നമ്മുടെ ഈ സൂര്യൻ ചേട്ടായി ഒന്ന് പുറത്തോട്ടൊക്കെ എത്തി നോക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ വെയിലൊക്കെ വരട്ടെ, തുണികളൊക്കെ കഴുകിയിടാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചായയൊക്കെ അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചായയൊക്കെ ഇനി ഒഴിച്ച് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കി കലാപരിപാടികളിലോട്ട് പോകാം. ഇനി നമുക്ക് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരണം. അപ്പം നമ്മുടെ ലവ് ബേർഡ്സ് ആഫ്രിക്കൻസ് ഒക്കെയാണ് കേട്ടോ ഇത്. ഇനി ഞാനിതാ മുറ്റമൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട് ഗൈസ്. മുറ്റമൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ കാറ്റൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഇലയൊക്കെ ഉണ്ട്. അപ്പോൾ അതാ മുറ്റമൊക്കെ അടിച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ പാവലച്ചക്കയാണ് കേട്ടോ, നമ്മുടെ സ്വന്തം ചക്ക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ചെന്ന് നമ്മുടെ മീനൂട്ടന്മാർക്ക് കുറച്ച് ഫിഷ് ഫുഡൊക്കെ ഇട്ട് കൊടുത്തു. അവരും അങ്ങനെ ഹാപ്പിയായി. ഇനി നമുക്ക് നേരെ നമ്മുടെ കിച്ചണിലോട്ട് പോകാം. കിച്ചണിലെ വർക്കൊക്കെയാണ് കേട്ടോ അടുത്തുള്ളത്. കണ്ടില്ലേ, നമ്മൾ അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഗോൾഡ് ഫിഷാണ് കേട്ടോ. നമ്മളൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരാണ് കേട്ടോ ഇത്. മറ്റവൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനി എൻ്റെ ഒരു തട്ടിക്കൂട്ടലൊരു കിടിക്കാച്ചി രസം കണ്ടിട്ട് വന്നാലോ. രസം വയ്ക്കാനായിട്ട് ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് അതിൽ കറിവേപ്പിലയും കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചു. 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. തക്കാളി നിറച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രസത്തിനൊരു ടേസ്റ്റൊക്കെ വരുള്ളൂ കേട്ടോ. ഇത് എൻ്റെ ഒരു ശൈലിയിലുള്ള ഇങ്ങനെ വെക്കും. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വഴറ്റിയിട്ടും വയ്ക്കാം, മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ട് വെക്കും കേട്ടോ. ഇത് ഇന്ന് ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് മല്ലിപ്പൊടി 1.5 സ്പൂണുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ഇട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഒരല്പം മുളക് പൊടി ഇട്ട് എടുക്കാം. കണ്ടില്ലേ, മുളക് പൊടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളിയുടെ കണ്ടില്ലേ, തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഉടച്ചെടുക്കണം കേട്ടോ. എങ്കിലേ നമ്മുടെ രസത്തിന് നല്ല കിടുക്കാച്ചി ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ വെക്കുന്നതുകൊണ്ട് പൊക്കി പറയുന്നതൊന്നുമല്ല, ഞാൻ വെക്കുന്ന രസത്തിന് നല്ല ടേസ്റ്റ് എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളമാണ് അടുത്ത് ഒഴിച്ച് കൊടുത്തത് കേട്ടോ. അടുത്ത് നമ്മുടെ മെയിൻ ഐറ്റമാണ് നമ്മുടെ കുരുമുളക് പൊടി. രസത്തിന് ടേസ്റ്റും കൊഴുപ്പും കിട്ടുന്നത് നമ്മുടെ കുരുമുളക് പൊടി ഇടുമ്പോഴാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ അവസാനം തട്ടിക്കൂട്ടായി നമ്മുടെ മല്ലിയില കൂടി ഇട്ട് കൊടുത്താൽ തിളയ്ക്കുന്ന തിളപ്പ് കണ്ട. അപ്പോൾ തിളച്ചിങ്ങനെ സെറ്റായി നമ്മുടെ ടേസ്റ്റായിട്ടുള്ള രസം ഇങ്ങനെ റെഡി ആയിട്ടുള്ളൂ. ഉപ്പിടാനൊന്നും മറന്നു പോകരുത് കേട്ടോ, ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകി എടുത്ത് ഇങ്ങോട്ട് വയ്ക്കാം. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മൊട്ടം പണി വരാൻ പോകുന്നത്, നമ്മുടെ തുണി അലക്ക്. അപ്പോൾ ഇന്ന് അത്യാവശ്യം സൂര്യനൊക്കെ ഉണ്ട്, നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം രാവിലെ തന്നെ അങ്ങോട്ട് നനച്ചിട്ടാലേ എല്ലാം നിന്നിട്ട് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ ഇന്നലെ ഞാൻ നോക്കാൻ നനച്ചിട്ട കുറച്ച് തുണികളൊക്കെ നല്ലതുപോലെ ഉണങ്ങാത്തത് കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഈ വെയിൽ കൊണ്ട് ഉണങ്ങിയില്ലേലും ഒരു മുഷിഞ്ഞ സ്മെല്ലാണ് കേട്ടോ ഡ്രസ്സിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് വെയിലുള്ളപ്പോൾ നമ്മൾ ഉണങ്ങിയതായാലും ഒന്നുകൂടി കൊണ്ടിട്ട് ഉണക്കിയെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഗൈസ്. അപ്പം നമുക്ക് ഇതേ പാത്രങ്ങൾ ഇനിയും ഉണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് കാണിച്ച വീഡിയോ ഒത്തിരി ലെങ്തായി പോകത്തില്ല. അതുകൊണ്ട് പിന്നെയാണെങ്കിൽ ഗൈസ് ഒറ്റ കൈ കൊണ്ട് ഫോൺ പിടിച്ച് ഒറ്റ കൈ വീഡിയോ എടുക്കണമുണ്ട്. അകപ്പാടെ ബുദ്ധിമുട്ടാട്ടോ പണികൾ എടുക്കാനൊക്കെ. നമ്മുടെ
സ്റ്റാൻഡ് പൊട്ടിപ്പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡൊക്കെ മേടിക്കണം, എന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള കിടക്കാഴ്ചയായിട്ടുള്ള വീഡിയോകളൊക്കെ എടുക്കാം. അപ്പോൾ അത് ഇങ്ങനെ ഇതിലെല്ലാം ഇങ്ങനെ കഴുകി വെക്കും കേട്ടോ. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മളങ്ങ് സ്റ്റാൻഡിലോട്ട് മാറ്റുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് പിന്നെ തുണിയൊക്കെ കഴുകിയിട്ട് വരാം. പിള്ളേരുടെ കുറച്ച് തുണികളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ, കൊച്ചിൻ്റെതാണ് ഇതൊക്കെ. പിള്ളേരുടെ തുണികളൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടു, വെള്ളം ഒഴിച്ചു, മുക്കിയെടുത്ത്. തുണി കഴുകാനായിരുന്നു കേട്ടോ ഇച്ചിരി പ്രയാസം. എന്ന് വെച്ചാൽ ഒറ്റ കയ്യിൽ ഫോൺ പിടിച്ചിട്ടേ ഒരു കൈ കൊണ്ട് സോപ്പൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ആകെപ്പാടെ പ്രശ്നമായി പോകുന്നുണ്ട്. എന്നാലും എൻ്റെ കഷ്ടപ്പാടൊക്കെ നിങ്ങളും ഇത് കാണണ്ടേ ഗൈസ്. അതുകൊണ്ട് ഞാൻ പിന്നെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇച്ചിരി 2-3 തുണികളൊക്കെ ഇങ്ങനെ കഴുകിയതൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. മൊത്തമൊന്നും എടുത്തിട്ടില്ല, നിങ്ങൾ വിഷമിക്കേണ്ട, ഒരുപാട് ലെങ്ത്തൊന്നുമില്ല. അപ്പം ഞങ്ങളുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നതെന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടമാവുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് കൂടി അറിയിക്കണേ. അപ്പോൾ നമ്മുടെ ഒരു മിക്കി മൗസിൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഇതിൽ ലൈറ്റൊക്കെ കത്തും കേട്ടോ ഗൈസ്, ഈ ഉടുപ്പിലെ ലൈറ്റൊക്കെ കത്തും കേട്ടോ. അപ്പോൾ അതേ അതും അങ്ങനെയൊക്കെ നനച്ച് ഉറക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം അങ്ങനെ ഒരു കൈ കൊണ്ട് ഇത്തിരി സോപ്പിടുന്ന ഇത്തിരി പ്രയാസമായിരുന്നു കേട്ടോ. സ്റ്റാൻഡ് ഉണ്ടായാലും ഒന്നും അറിയണ്ടായിരുന്നു, സ്റ്റാൻഡ് പൊട്ടിപ്പോയതാണ്, പണിയായിപ്പോയത് ഗൈസ്. അപ്പോൾ അതെങ്ങനെയൊക്കെയെല്ലാം കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? ഇനി ഇവിടെ രാത്രി മഴ കാണും കേട്ടോ. ഇപ്പം ഇങ്ങനെയാണ്, രാത്രിയൊക്കെ നല്ല കാറ്റ് നല്ല മഴയാണ് കേട്ടോ. പകലൊക്കെ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ എങ്കിലും വെയിൽ കിട്ടുന്നുണ്ട്. ഇന്നെന്നാലും നല്ല വെയിലുണ്ട് കേട്ടോ. കണ്ടില്ല, നമ്മുടെ സൂര്യനൊക്കെ അങ്ങനെ ചിരിച്ചോണ്ട് നിൽപ്പുണ്ട്. നല്ല തെളിഞ്ഞ നീലാകാശമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. മേഘങ്ങളൊന്നുമില്ല, നല്ല തെളിഞ്ഞ മാനമാണ്. ടെറസിൽ കാല് ചവിട്ടാൻ പറ്റുന്നില്ല ഗൈസ്, നല്ല ചൂടാണ് കേട്ടോ. ഞാൻ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ്. ഇതൊക്കെ ഇന്നലെയൊക്കെ കഴുകിയിട്ട തുണികളാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ഈർപ്പമൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ അങ്ങനെ തറയിലിട്ട് കഴിഞ്ഞാൽ വേഗം അങ്ങോട്ട് ഉണങ്ങി കിട്ടും കേട്ടോ. തറയൊക്കെ നല്ല ചൂടാണ്, കാല് ചവിട്ടുമ്പോൾ തന്നെ പൊള്ളുന്ന ചൂട് കേട്ടോ. അപ്പോൾ ഇത്രയും ചൂടടിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ മഴ കുറച്ച് കഴിഞ്ഞുണ്ടാവാൻ ചാൻസ് ഉണ്ട്, അത്രയ്ക്ക് നല്ല ചൂടാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവണം. ലൈക്ക് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നനച്ച തുണികളൊക്കെ നമ്മളിങ്ങനെ അയ്യലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എന്നാൽ ശരി, എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, ലവ് യു ഓൾ.